ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് വരുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസം പ്ലാൻ ചെയ്ത ഒരു ചെറിയൊരു സംഭവമാണ് കേട്ടോ ഇത്. കസിൻസ് എല്ലാവരും കൂടി നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് വെറുതെ ആയിരുന്നു പ്ലാൻ ചെയ്തതാണ്. വർക്കാവോ ഇല്ലേ ഒന്നും നമുക്കറിയുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ണിയാൽ ബീച്ച് ഇപ്പം റിനോവേഷനൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഒന്ന് അവിടെ പോവുക എല്ലാവർക്കും കൂടി, അതായത് ഫാമിലി ആയിട്ട് എല്ലാവർക്കും കൂടി പോവുക എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പ്ലാനൊക്കെ ചെയ്തതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ 25 വയസ്സായിക്കണം കേട്ടോ. ഈ 25 വയസ്സിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഓർമ്മയിൽ ഒരു വട്ടം പോലും ഇങ്ങനെ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മാത്രമായിട്ടോ അങ്ങനെ ഇങ്ങനെ എവിടേക്കും പോയതായിട്ട് എനിക്ക് ഒരു അറിവുമില്ല. അങ്ങനെ പോയിട്ടില്ല സത്യം പറഞ്ഞാൽ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. ഇവരങ്ങനെ വലിയ ട്രിപ്പോ അങ്ങനെ സംഭവത്തിനൊന്നും താല്പര്യമില്ലാത്ത ആയതുകൊണ്ടാവാം. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും അത് മറികടന്നിട്ട് നമ്മൾ പോകണം എന്ന് നമ്മൾ വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഫാമിലി നമ്മൾ 3 ഫാമിലിയാണുള്ളത്. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്നാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ബീച്ചിൽ പോയിട്ടിരുന്ന് തിന്നാം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ ഞങ്ങൾ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് പോവാൻ തന്നെ വിചാരിച്ച് അങ്ങനെ ജീപ്പിലാണ് പോയത് കേട്ടോ. ജീപ്പ് നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. ആൾക്കാരെ കൊള്ളൂല എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ 3 ആൾക്കാരെ ബസ്സിലും വിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുന്നേ. അപ്പോൾ നമ്മളൊരു സ്ഥലത്തും ഒരു വേറൊരു സ്ഥലത്തുമാണ് കേട്ടോ എത്തിപ്പെട്ടത്. അങ്ങനെ നമ്മൾ ഓരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ വണ്ടി എടുത്തിട്ട് പോയിട്ട് അവരുടെ അടുത്ത് നമ്മൾ എത്തി. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അങ്ങനെ നടന്നതിന് ശേഷമാണ് അവർ പറഞ്ഞത് നമ്മൾ ഇവിടെ അല്ല, നമ്മൾ വേറെ സ്ഥലത്താണ്, സൗത്തിലാണ് നോർത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് കറക്കി. അങ്ങനെ നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ട് ഓരോരുത്തേക്കാണ് കേട്ടോ പോണത്. കുറച്ചൊരു 10 മിനിറ്റ് നമ്മൾ വന്നതിന് ശേഷമാണ് ഓര് നിൽക്കുന്ന സ്ഥലം നമുക്ക് എവിടെയാണെന്ന് മനസ്സിലായത്. അങ്ങനെ അവിടെ എത്തി. അപ്പോഴത്തേനും മോൾ ഐസ്ക്രീമൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഓൾക്ക് ഐസ്ക്രീമും വാങ്ങി കൊടുത്ത്. അങ്ങനെ അവരെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ സൺസെറ്റൊക്കെ ചെയ്യാനായി, കണ്ടില്ലേ, ഏകദേശം തീരുമാനമായി നമ്മളവിടെ എത്തുമ്പോൾ. അങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയി. ഉമ്മയൊക്കെ എനിക്ക് തോന്നുന്നത് കല്യാണത്തിന് ശേഷം നമുക്ക് ആദ്യമായിട്ടാവും ബീച്ചിലൊക്കെ വരുന്നത്. അങ്ങനെ കുറേ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും മോളും കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച്. ആൾക്ക് വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ ഭയങ്കര പേടിട്ടോ. ഇന്നെ വരെ വെള്ളത്തിലിറക്കാനോട് സമ്മതിക്കണില്ല, ഇന്നെങ്ങാനും കടൽ കൊണ്ടുപോയാലോ എന്ന് വിചാരിച്ചിങ്ങാണ്ട് അങ്ങനെ ആൾ കുറേ കരഞ്ഞൊക്കെ ചെയ്ത്. പിന്നെ നമ്മൾ ഇരുട്ടാവണതിൻ്റെ മുന്നേ ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ചിക്കൻ റോളും ഉള്ളിവടയും പഴംപൊരിയും പിന്നെ ബ്രെഡ് പോലെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ടാങ്കും കലക്കിന്ന് ചായ ഉണ്ടാക്കിന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ സെറ്റാക്കി ഒരു തുണിയൊക്കെ വിരിച്ചിട്ട് പാത്രമൊക്കെ അതിൻ്റെ മേലെ വെച്ചിട്ട് ഓരോരുത്തർക്ക് ഇങ്ങനെ പ്ലേറ്റിലൊക്കെ, ഓരോരുത്തർക്കല്ല മൊത്തത്തിൽ പ്ലേറ്റിൽ അവിടെ വെച്ച് വേണ്ടവർക്ക് എടുത്ത് തിന്നാൻ വേണ്ടത് അങ്ങനെ ആക്കി. അങ്ങനെ നമ്മളെല്ലാവരും വേണ്ടതൊക്കെ തിന്ന് നല്ല അടിപൊളിയാക്കി. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. കാരണം ഇത്രയും കാലം ഞങ്ങൾ ഇങ്ങനെയൊന്നും പോയിട്ടില്ല. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് പോയിക്കണമെന്നല്ലാതെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇതുവരെ ഇങ്ങനെ ഒരു ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ഔട്ടിങ് ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നല്ലൊരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ അവിടെ നിന്ന് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.